ഒരു ഹൈ ബി പി ഉള്ള ആള് ഒത്തിരിയും എക്സേർട്ട് ചെയ്ത് എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും അത് ഹാർട്ടിന് സ്ട്രെയിൻ തന്നെയാണ്. ബി പി 160 100 എക്സസൈസ് ചെയ്യുന്ന സമയത്ത് യു എക്സ്പെക്ട് ഇറ്റ് ടു ഇൻക്രീസ് 220 ഒക്കെ ആയിരിക്കും നമ്മൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ഹൈ ബി പിയിൽ എക്സസൈസ് ചെയ്യുന്നതിലും ഡേഞ്ചർ ഉണ്ട്. എക്സസൈസ് ചെയ്താലും അതിൻ്റെ ഒരു ഫോളോ അപ്പ്, ഡയറ്റ് ചെയ്താലും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഈ ഷുഗർ ബി പി കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ എന്ന് നോക്കണം. കുറയുന്നില്ല എങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ലോ ഡോസിൽ മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്യണം. ഹാർട്ട് ഒരു കണ്ടിന്യൂസ്ലി പമ്പ് ചെയ്യുന്ന ഒരു മസിലാണ്, ബേസിക്കലി ഓട്ടോമാറ്റിക് ആയിട്ട് പമ്പ് ചെയ്യുന്ന ഒരു മസിലാണ്. അതിൻ്റെ മസിലിന് കിട്ടുന്ന രക്തയോട്ടത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തടസ്സം വന്നാലാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. ഹാർട്ട് അറ്റാക്കിന്റെ ക്ലാസിക്കൽ സിംറ്റം ആൻജൈന എന്ന് പറയുന്ന നെഞ്ചുവേദന. അപ്പം അതിന്റെ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ നെഞ്ചിന്റെ സെൻട്രൽ പാർട്ടായിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്ന് ഒരു ഞെരുക്കി പിടിക്കുന്ന പോലെ, ഒരു ടൈറ്റ്നെസ് പോലെ തോന്നും. ആദ്യത്തെ തവണ എന്ത് റിസ്ക് ഫാക്ടേഴ്സ് കൊണ്ടാണോ ബ്ലോക്ക് വന്നിട്ടുള്ളത് അവർ ആ റിസ്ക് ഫാക്ടേഴ്സ് എസ്പെഷ്യലി കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അറ്റാക്ക് വരാം. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളിലും പുതിയ ബ്ലോക്സ് വരാം, ബൈപ്പാസ് ചെയ്താൽ പോലും പുതിയ ബ്ലോക്സ് വരാം. സോ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് കഴിഞ്ഞാലും എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ളതെല്ലാം കൺട്രോൾ ചെയ്തിരിക്കണം. നമസ്കാരം. ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് ആണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്. നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ ടെൻസിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്ന വാർത്തയാണ്, പലരെയും പേടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? അമിതമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടാണോ? ഇന്ത്യൻ പോപ്പുലേഷനിൽ 50% ഓഫ് ദി ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് 50 വയസ്സിന് താഴെയാണ്. അതിൽ അലാമിംഗ്ലി 25% പേഷ്യൻസ് 40 ഇയേഴ്സ് ഏജിനും താഴെയാണ്. സോ ഇന്ത്യൻ പോപ്പുലേഷൻ ഓർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഡിസെൻറ്റിൽ നിന്നുള്ളവർക്ക് തന്നെ ഹാർട്ട് അറ്റാക്ക് ഒരു യങ്ങർ ഏജിൽ നിന്ന് വരാനുള്ള സാധ്യത ഓൾറെഡി കൂടുതലാണ്. ഇത് ഇങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ കുറേ ഡെക്കേഡ്സ് ആയിട്ട് കാണുന്നതാണ്. ഇപ്പോഴത് മീഡിയ അറ്റൻഷൻ കിട്ടാൻ കാണുന്ന വെച്ചാൽ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോ ഇറ്റ് ഈസ് അസ്യൂംഡ് അവർ ഓൾറെഡി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്, എന്നിട്ടും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടല്ലോ, കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അത് പേഴ്സെ യു കാൺ ബ്ലെയിം ദി എക്സസൈസ്. പല ആവർത്തി ഈ റിസ്ക് ഫാക്ടേഴ്സ്, ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഷുഗർ, ബി പി, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന റോങ് ഹാബിറ്റ്സ് ഓഫ് സ്മോക്കിംഗ്, അതൊക്കെ ഉള്ളവർ ഈ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാണ്ട് ജിമ്മ് മാത്രം ചെയ്താൽ ഇറ്റ് മേ നോട്ട് ബി ദ സൊല്യൂഷൻ. പല ആവർത്തി നമ്മളിപ്പം കാണാറുള്ള ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് മോസ്റ്റ് കോമൺ കോസസ് ഹാർട്ട് അറ്റാക്ക്. ബട്ട് ദർ ആർ സം അതർ ജനറ്റിക് കോസസ്, ദർ ആർ സം ഫാമിലിയിൽ, അതായത് ഫാമിലിയിൽ ഹൈ റിസ്ക് ഫോർ സഡൻ ഡെത്ത് ഉള്ളവരിലും ഇങ്ങനെ സഡൻ കൊളാപ്സസ് ഇൻ ദ ജിം വരാം. ഹാർട്ട് അറ്റാക്ക് ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. പല ആവർത്തി ഈ 30s-ലും 40s-ലും ഏജിലുള്ള ആൾക്കാർ ഹെൽത്ത് ചെക്കപ്പിന് വരുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ 6 മാസമായിട്ട് ജിമ്മിന് പോകുന്നുണ്ട്. എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ആ 6 മാസം മുമ്പ് അവർ നോക്കിയപ്പോൾ ഷുഗർ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്, ബി പി ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റാണ്, 30s-ലും 40s-ലും വി ഗോ ഫോർ മെഡിസിനേക്കാട്ടി കൂടുതൽ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആദ്യമേ നമ്മളും റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു ഫോളോ അപ്പ് വേണം. എക്സസൈസ് തുടങ്ങി, ഡയറ്റ് തുടങ്ങി, ബട്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഇതേ ഷുഗറും ബി പിയും ഒരു ഇംപ്രൂവിങ് ട്രെൻഡ് ആണോ എന്ന് നോക്കണം. എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം അത് പിന്നെ ചെക്ക് ചെയ്യാണ്ടിരിക്കുന്നതിൽ ആപത്തുണ്ട്. യു മൈറ്റ് ഒരു ഹൈ ബി പി ഉള്ള ആള് ഒത്തിരിയും എക്സേർട്ട് ചെയ്ത് എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും അത് ഹാർട്ടിന് സ്ട്രെയിൻ തന്നെയാണ്. ബി പി 160 100 എക്സസൈസ് ചെയ്യുന്ന സമയത്ത് യു എക്സ്പെക്ട് ഇറ്റ് ടു ഇൻക്രീസ് 220 ഒക്കെ ആയിരിക്കും നമ്മൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ഹൈ ബി പിയിൽ എക്സസൈസ് ചെയ്യുന്നതിലും ഡേഞ്ചർ ഉണ്ട്. സോ എക്സസൈസ് ചെയ്താലും അതിൻ്റെ ഒരു ഫോളോ അപ്പ്, ഡയറ്റ് ചെയ്താലും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഈ ഷുഗർ, ബി പി, കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ എന്ന് നോക്കണം. കുറയുന്നില്ല എങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ലോ ഡോസിൽ മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്യണം. സോ മെനി ടൈംസ് ഈ കുഴഞ്ഞു വീഴുന്നവരിൽ ഇങ്ങനെ ഒരു അൺകൺട്രോൾഡ് റിസ്ക് ഫാക്ടർ ഉണ്ടാകാം. ജിമ്മ് ചെയ്യുന്നവന് തന്നെ സ്മോക്കിങ്ങും ഉണ്ടാകാം. സോ സ്മോക്കിങ്ങിന്റെ ഡൗൺ സൈഡ്സ് ഓർ സൈഡ് എഫക്ട്സ് ആൻഡ് ഈവൻ റിസ്ക് ഫോർ ഹാർട്ട് അറ്റാക്ക് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് മാറുന്നില്ല. ഫാമിലി ഹിസ്റ്ററി ഉള്ളവരുണ്ടാവും. ഫാമിലി ഹിസ്റ്ററി ഓഫ് എ സഡൻ കൊളാപ്സ്,
ഈതർ എൻ്റെ പേരൻസ് അല്ലെങ്കിൽ സിബ്ലിങ്സ് അല്ലെങ്കിൽ അങ്കിൾസോ ആൻസിലോ ഉള്ളവരിലൊക്കെ അവർക്ക് ജിം ചെയ്യുന്ന മുമ്പ് തന്നെ ഒരു കാർഡിയാക് ചെക്കപ്പ് ചെയ്യേണ്ടിയും വരും. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഐഡന്റിഫൈഡ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈവൻ ബിഫോർ സ്റ്റാർട്ടിങ് ജിം ഒരു കാർഡിയാക് ഇവാലുവേഷൻ അപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും ഡോക്ടർ ആ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത്? ഏർലി 30s-ലും 40s-ലും ഷുഗർ, ബി പി, കൊളസ്ട്രോൾ ചെക്ക് ചെയ്താൽ മതി. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് എലിവേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബിഫോർ ദ ഏജ് ഓഫ് 40 ഒരു കാർഡിയാക് ഇവാലുവേഷൻ വാലിഡ് ആണ്. അല്ലാത്തവർക്ക്, അതായത് ഷുഗറോ ബി പിയോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്തവരിൽ 40 ഇയേഴ്സിന് ശേഷം ഒരു കാർഡിയാക് ഇവാലുവേഷൻ, അതായത് ECG എക്കോ ട്രെഡ്മിൽ വൺസ് ഇൻ 1 ഇയർ ഓർ 2 ഇയേഴ്സിൽ നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷുഗറോ ബി പിയോ കൊളസ്ട്രോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിന് മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഒരു കാർഡിയാക് ഇവാലുവേഷൻ വാലിഡ് ആണ്. കാർഡിയാക് ഇവാലുവേഷനിൽ നമ്മൾ പ്രൈമറിലി റെക്കമെൻഡ് ചെയ്യുന്നത് ECG എക്കോ ആൻഡ് ട്രെഡ്മിൽ ആണ്. ഒരു അഡ്വാൻസ്ഡ് ന്യൂ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ചെയ്യാവുന്നത് കൊറോണറി ആർട്ടറി കാൽഷ്യം സ്കോർ ആണ്. അതിപ്പോൾ ഒരു സറഗേറ്റ് മാർക്കർ, ഒരു ഇൻഡയറക്റ്റ് ടെസ്റ്റ് ആണ്. കൊളസ്ട്രോളിന്റെ ഡെപ്പോസിറ്റ്സ് ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞുകൂടി തുടങ്ങിയിട്ടുണ്ടോ, അത് കുറച്ചേറെ നാളായിട്ടുണ്ടെങ്കിൽ ആ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ്, അതായത് പ്ലാക്ക് എന്ന് വിളിക്കുന്ന കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സിലും കാൽഷ്യം പോയി അടിഞ്ഞു കൂടും. അപ്പം ഡൈ ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം കിഡ്നിക്കും ഇഞ്ചുറി ഇല്ല, ആൻഡ് നമുക്ക് ഇൻഡയറക്ട്ലി പ്ലാക്സ് ഉണ്ടോ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഒരു 60 വയസ്സ് വരെ കാൽഷ്യം സ്കോർ, ഈ CT കാൽഷ്യം സ്കോർ എന്ന് പറയുന്നതിന്റെ വാല്യൂ 0 ആയിരിക്കണം. ഇത് എല്ലാ വർഷം ചെയ്യുന്ന ടെസ്റ്റ് അല്ല, വൺസ് ഇൻ 4 to 5 ഇയേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് സോ ഒരു കാർഡിയാക് ഇവാലുവേഷനിൽ ട്രെഡ്മില്ലും കൂടി നെഗറ്റീവ് ആണെങ്കിൽ CAC സ്കോർ ഒരെണ്ണം ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ബൈ ദി ഏജ് ഓഫ് 40 ഒരു തവണ ചെയ്യുന്നത് വാലിഡ് ആണ്. ഡോക്ടർ, ഈ ജിമ്മിന്റെ കാര്യം പറയുമ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും. അതായത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, ആഴ്ചയിൽ 7 ദിവസവും ജിം ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ്. ഒരു ദിവസം ഓഫൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ശരിക്കും നമ്മൾ എത്ര ദിവസമാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്? So exercise benefit for the heart or all over cardiovascular health-ന് ഒരു J-shaped curve ആണ്. ഒരു പോയിന്റ് വരെ ചെയ്യുന്നത് ബെനിഫിറ്റ് തന്നെയുണ്ട്, ബട്ട് ബിയോണ്ട് എ പോയിന്റ് ചെയ്യുന്നതിലും ഹാം ഉണ്ട്. സോ ദ റെക്കമെൻഡേഷൻസ് ആസ് പെർ അമേരിക്കൻ കാർഡിയോളജി സൊസൈറ്റിയിലൊക്കെ റെക്കമെൻഡേഷൻ, ഇത് ഫ്രം മെനി സ്റ്റഡീസ് വരുന്ന റെക്കമെൻഡേഷൻ, അറ്റ്ലീസ്റ്റ് 5 days a week എക്സസൈസസ് അപ്രോപ്രിയേറ്റ്. 2 days ആ റിക്കവറി, മസിൽ റിക്കവറിക്കും റിപ്പയറിനുള്ള ടൈം കൊടുക്കണം. ദാറ്റ് വുഡ് ബി ബെറ്റർ. എക്സസൈസിൽ നമ്മളിത് ഗ്രേഡ് ചെയ്യാറുണ്ട്, മോഡറേറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസ്. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണെങ്കിൽ ഒരു 150 minutes per week, that is 5 days a weekലോട്ട് സ്പ്ലിറ്റ് ചെയ്ത്, that is 30 minutes of moderate intensity exercise for 5 days of the week. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണെങ്കിൽ 75 minutes per week. അപ്പം ആഴ്ചയിൽ 5 ദിവസം ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യാനാണെങ്കിൽ, റെസിസ്റ്റൻസ് ട്രെയിനിങ്, വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാനാണെങ്കിൽ 5 ദിവസത്തിൽ ഒരു 15 minutes വെച്ച് പെർ ഡേ ചെയ്താൽ ദാറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ്. അല്ലാതെ ആഴ്ചയിൽ 3 ദിവസം ചെയ്യുന്നവരാണെങ്കിൽ 25 minutes ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് പെർ വീക്ക് വുഡ് ബി എനഫ്. ഈ വാമപ്പ് ചെയ്യുമല്ലോ, അത് നിർബന്ധമായിട്ടും ചെയ്യണോ? സോ ദ തേർഡ് ടൈപ്പ് ഓഫ് എക്സസൈസസ് സ്ട്രെച്ചിങ് ആൻഡ് വാം അപ്പ്. സോ സ്ട്രെച്ചിങ് ആൻഡ് വാം അപ്പിന് കൂടുതൽ റോള് വരുന്നത് ഇഞ്ചുറി പ്രിവെൻഷനാണ്, ജോയിന്റ് ഇഞ്ചുറി ആൻഡ് മസിൽ ഇഞ്ചുറി പ്രിവെൻഷന് വേണ്ടിയിട്ടും. ആൻഡ് ഇറ്റ് ഇസ് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് യുവർ മസിൽസ് വിൽ നോട്ട് ബി അഡ്ജസ്റ്റഡ്. അതിലുണ്ടാവുന്ന ഇഞ്ചുറി ലെവൽ കൂടുതലായിരിക്കും. പെട്ടെന്ന് ഈ ഒരു 3 മാസത്തിന് ജിം ജോയിൻ ചെയ്യും, ആദ്യത്തെ മാസം കഴിഞ്ഞിട്ട് ആർക്കും ചെയ്യാൻ പറ്റാതെയാവും, ബിക്കോസ് ഓഫ് ദി ഇഞ്ചുറി ഇൻ ദി നീ ഓർ ഇഞ്ചുറി ഇൻ ദി ഷോൾഡർ, എൽബോ. സോ ആ ഇഞ്ചുറി പ്രിവെൻഷന് വേണ്ടിയിട്ട് വാം അപ്പ് എപ്പോഴും നല്ലതാണ്. ആൻഡ് ദ അപ്രോപ്രിയേറ്റ് വേ ഓൾ 3 എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്യണം. ഒരു 10 minutes ഓഫ് വാം അപ്പ്, 30 minutes ഓഫ് aerobic exercise, moderate intensity exercise, 15 minutes ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ്. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ 1 hour ഓഫ് ജിം ചെയ്യുവാണെങ്കിൽ that would be appropriate, and that too for 5 days a week. 2 days for the injury recovery period, repair of the muscle tissue. അതിന് നല്ലതാണ്. ഈ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, ബോഡി സെറ്റ് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് ഈ പ്രോട്ടീൻ പൗഡറും സപ്ലിമെന്റ്സും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്? പ്രോട്ടീൻ ബേസ്ഡ് സപ്ലിമെന്റ്സ് ആക്ച്വലി റിക്വയർഡ് ആണ്, എസ്പെഷ്യലി ഗെയിൻസിന് വേണ്ടിയിട്ട്, മസിൽ ഗെയിനിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ ബോഡി വെയിറ്റ് അനുസരിച്ച് മിനിമം ഓഫ് 1.5 to 2 grams ഓഫ് പ്രോട്ടീൻ പെർ ഡേ എടുക്കണം. 50
കിലോ വെയിറ്റ് ഉള്ള ഒരാൾ മിനിമം ഓഫ് 75 to 100 grams ഓഫ് പ്രോട്ടീൻ എല്ലാ ദിവസവും എടുക്കണം. ആ മസിൽ ഇഞ്ചുറീൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ടും മസിൽ ഗെയിൻസിന് വേണ്ടിയിട്ട് അത്രയും എടുക്കണം. പക്ഷേ ദ ഡേഞ്ചറസ് പാർട്ട് ഇസ് സപ്ലിമെന്റ്സിൽ പലതരം സപ്ലിമെന്റ്സ് ഉണ്ട്. ഇപ്പം പ്രീ വർക്കൗട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്നതിൽ നമുക്ക് ആ എനർജി ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മെനി പ്രീ വർക്കൗട്ട്സ് ഹാവ് കഫീൻ ഇൻ ഇറ്റ്. നിങ്ങൾ അതിൻ്റെ ഡോസ് എടുത്ത് നോക്കിയാൽ മെനി പീപ്പിൾ ഡോണ്ട് റീഡ് ഇറ്റ്. ഡോസ് എടുത്ത് നോക്കുമ്പോഴത്തേന് 1000 grams ഓഫ് milligrams ഓഫ് കഫീൻ ആണ് ഒരു സെർവിങ്ങിൽ വരുന്നത്. നമ്മുടെ ഡെയിലി സേഫ് റെക്കമെൻഡേഷൻ ഓഫ് കഫീൻ ഇസ് ഓൺലി 400 milligrams. 1000 എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വേ ഓവർബോർഡ്. ആൻഡ് അത്രയുമൊക്കെ ഒരു ഡോസ് ചിലർ once or twice per day എടുക്കുന്നത് ദാറ്റ് വിൽ ബി വെരി ഡെലിറ്റീരിയസ്. ഹാർട്ട് ഹെൽത്തിന് തന്നെ ഡേഞ്ചറസ് ആണ്. ഹാർട്ട് ഡിസീസസും റിതം പ്രോബ്ലംസ് വരാം അത്രയും ഹെവി കഫീൻ എടുക്കുമ്പോൾ. ഈസി വേ ഓഫ് മസിൽ ഗെയിൻസ് സ്റ്റിറോയിഡ്സ് ആണ്. അത് പല രീതിയിലും സപ്ലിമെന്റ്സ് ആയിട്ട് കിട്ടും, ഇഞ്ചെക്റ്റബിൾസ് ആയിട്ട് കിട്ടും, ടാബ്ലറ്റ്സ് ആയിട്ട് കിട്ടും. അതും ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേർസ്റ്റ് തിങ്സ് ദറ്റ് യു കെൻ ഡു ഫോർ ദ ബോഡി. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക്, ഹാർട്ട് ഫെയിലിയറിന്റെ റിസ്ക്, ഹാർട്ടിന്റെ റിതം അബ്നോർമാലിറ്റീസ് വരാനുള്ളതെല്ലാം ഈ ഒരു അനബോളിക് സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോഴത്തേന് കൂടുതലാണ്. സോ ദാറ്റ് ഈസ് എ ഡെഫിനറ്റ് നോ. പ്ലെയിൻ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്നതിൽ അത് കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ബോഡി ആസ് വെൽ. ആൻഡ് ഓൾസോ വൺ മോർ വർക്കൗട്ട് സപ്ലിമെന്റ് കിട്ടുന്നത് ക്രിയാറ്റിൻ ആണ്. ക്രിയാറ്റിൻ ഇസ് ഓൾസോ സേഫ് ഫോർ ദ ബോഡി. അത് ബേസിക്കലി നമ്മൾ മസിലിന്റെ ഉള്ളിലുള്ള എനർജി സ്റ്റോറേജ് ഫോം ആണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നതും ഇറ്റ് ഇസ് സേഫ് ഫോർ ദ ബോഡി. ജിമ്മിന്റെ കാര്യം കഴിഞ്ഞ് നമുക്ക് ഇനി ഹാർട്ട് അറ്റാക്കിനെ പറ്റി തന്നെ കൂടുതലായിട്ട് നോക്കാം. ശരിക്കും എത്ര ടൈപ്പ് ഉണ്ട് ഡോക്ടർ ഹാർട്ട് അറ്റാക്ക്? അതായത് ഈ സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, സൈലന്റ് അറ്റാക്ക് എന്ന് കേട്ടിട്ടുണ്ട്, അത് 2 ദിവസമൊക്കെ വേദന നിന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹാർട്ട് അറ്റാക്ക് പെർ സേ ജസ്റ്റ് മീൻസ് ദാറ്റ് ഹാർട്ട് ഒരു കണ്ടിന്യൂസ്ലി പമ്പ് ചെയ്യുന്ന ഒരു മസിലാണ്. ബേസിക്കലി ഓട്ടോമാറ്റിക് ആയിട്ട് പമ്പ് ചെയ്യുന്ന ഒരു മസിലാണ്. അതിൻ്റെ മസിലിന് കിട്ടുന്ന രക്തയോട്ടത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തടസ്സം വന്നാലാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. സോ ഈ ടൈപ്സ് എന്ന് പറയുന്ന പല രീതിയിൽ ഒരു ECGയുടെ ബേസിസിൽ ടൈപ്പ് ഉണ്ട്. അതിനെ ST എന്ന് പറയുന്ന ECGയിൽ ഒരു പോർഷൻ ഉണ്ട്, ST സെഗ്മെന്റ്. അതിന്റെ വ്യതിയാനം വെച്ച് ST എലിവേഷൻ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നോൺ ST എലിവേഷൻ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ വ്യത്യാസം വരുന്നത് ട്രീറ്റ്മെന്റിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട്. സഡൻ കാർഡിയാക് പിന്നെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് അതിൻ്റെയാണ് നിങ്ങളിപ്പം ചോദിച്ച് സഡൻ അറസ്റ്റ്, സൈലന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞത്. അപ്പം അതിൽ കൂടുതലും സിംറ്റം ബേസ്ഡ് ആണ്. ചിലർക്ക് നെഞ്ചുവേദനയായിട്ട് വരും, അവർ ഒന്നുകിൽ ഈ ST എലിവേഷൻ, നോൺ ST എലിവേഷൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. മിക്കവർക്കും ചിലർക്ക് സിംറ്റംസ് ഒന്നും വരില്ല, വേദനയും വരില്ല, ശ്വാസം മുട്ടലും വരില്ല. ഒരു റൂട്ടീൻ ചെക്കപ്പിൽ ECG ഒക്കെ നോക്കുമ്പോഴത്തേന് ഓൾറെഡി പഴയ ഒരു അറ്റാക്ക് വന്നതായിട്ടുള്ള ഇത് ഫീച്ചേഴ്സ് കാണും. അതിനെയാണ് സൈലന്റ് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. സഡൻ കാർഡിയാക് അറസ്റ്റ് പല കാരണങ്ങൾ കണ്ടാവാം. മോസ്റ്റ് കോമൺലി ഹാർട്ട് അറ്റാക്ക് ആണ്. അത് ഒരു പെയിൻ തുടങ്ങുന്നതും പേഷ്യന്റ് കുഴഞ്ഞു പോകുന്നതും എല്ലാം ഒന്നിച്ചായിരിക്കും. ആ ഒരു പ്രസന്റേഷനെയാണ് സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. സഡൻ കാർഡിയാക് അറസ്റ്റിന് ഹാർട്ട് അറ്റാക്ക് അല്ലാണ്ട് റിതം പ്രോബ്ലംസ് ഉണ്ട്. പെട്ടെന്ന് ഹാർട്ടിന്റെ റിതം നിലച്ചു പോവുക, ഹാർട്ടിന്റെ ഇടുപ്പ് തന്നെ നിലച്ചു പോവുക, അല്ലെങ്കിൽ അതൊരു അബ്നോർമൽ റിതം, ഇൻഎഫക്റ്റീവായിട്ട് ഹാർട്ട് ശരിക്കും പമ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു അബ്നോർമൽ റിതത്തിലേക്ക് പോയിട്ട് തലച്ചോറിന് ബ്ലഡ് ഫ്ലോ ഓക്സിജൻ കിട്ടാത്തപ്പോൾ പേഷ്യന്റ് കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അതും സഡൻ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരാം. സോ ടൈപ്സ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ സിംറ്റംസ് ഓർ ECG ഫൈൻഡിങ്സ്. അതുപോലെ ഈ നമുക്ക് പ്രധാന ലക്ഷണമായിട്ട് പറയുന്നത് നെഞ്ചുവേദനയാണ്. ഇത് ഗ്യാസ് കൊണ്ട് നെഞ്ചുവേദന വരാം, വേറെ എന്തെങ്കിലും കൊണ്ട് വരാം. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് 2 ദിവസമായിട്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്നൊരു ഇത് വന്നു, ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ആൾ മരിച്ചുപോയി എന്ന്. അപ്പൊ ഈ നെഞ്ചുവേദന കറക്റ്റ് ഹാർട്ട് അറ്റാക്കിന്റെ നെഞ്ചുവേദന നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? സോ ഹാർട്ട് അറ്റാക്കിന്റെ ക്ലാസിക്കൽ സിംറ്റം ആൻജൈന എന്ന് പറയുന്ന നെഞ്ചുവേദന. അപ്പം അതിന്റെ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ നെഞ്ചിന്റെ സെൻട്രൽ പാർട്ടായിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്ന് ഒരു ഞെരുക്കി പിടിക്കുന്ന പോലെ, ഒരു ടൈറ്റ്നെസ് പോലെ തോന്നും. ആൻഡ് അതിനൊരു പ്രത്യേക സൈനും ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ നെഞ്ചിൽ ഞെരുക്കി പിടിക്കുന്ന, കൈ ഇങ്ങനെ ഞെരുക്കി പിടിക്കുന്ന പോലെ കാണിക്കും, ലിവൈൻ സൈന്. സോ അങ്ങനെ വരുന്ന ഒരു പെയിൻ, അത് ആണ് ടിപ്പിക്കൽ പെയിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അതിന് റേഡിയേഷൻ, അതായത് ഈ ഭാഗത്ത് വേദന വരുന്നതും അത് ഒരു ഭാഗത്തോട്ട് വ്യാപിച്ച് വരുന്ന പോലെ തോന്നും. അപ്പം ലെഫ്റ്റ് ഹാൻഡിന്റെ ഇന്നർ ആസ്പെക്റ്റ് ആയിട്ട് അതേ സെയിം പെയിൻ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നവരെ വരാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഷോൾഡറിലേക്ക് വരാം, അല്ലെങ്കിൽ താടിയുടെ താഴോട്ട് കഴുത്തിലോട്ട് ഇങ്ങനെ വ്യാപിക്കുന്ന മാതിരിയും വരാം. റെയർലി ഈവൻ റൈറ്റ് ഷോൾഡറിലേക്ക് പെയിൻ്റെ റേഡിയേഷൻ വരാം.
ഇതേ പെയിൻ തന്നെ ബാക്കിലോട്ട് വരുന്നതായിട്ട് ചില പേഷ്യൻസ് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ആൻജൈനയുടെ ടിപ്പിക്കൽ സിംറ്റംസ് ആണ്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ ഈ പെയിൻ വരുന്ന സമയത്ത് പേഷ്യന്റ് നല്ലോണം വിയർക്കുകയും ചെയ്യും. ചൂടുമായിരിക്കില്ല, വേറെ ഒരു കാരണം കാണത്തില്ല, ബട്ട് ആ ഇൻസൈഡ് അത്രയും ആ പെയിൻ ഉള്ളപ്പോൾ ബോഡി ഫുൾ ക്ലോത്ത്സ് വെറ്റ് ആവുന്ന രീതിയിൽ വിയർക്കുകയും ചെയ്യാം. അസോസിയേറ്റഡ് ആയിട്ട് കുറച്ച് സിംറ്റംസ് വരാവുന്നത് ഈ ലൈറ്റ് ഹെഡ്നെസ്, ഒരു ഗിഡിനെസ് പോലെ, തല കറക്കം പോലെ വരാം, ശ്വാസമുട്ടൽ മാതിരി വരാം. ഇതൊക്കെയാണ് ഒരു ടിപ്പിക്കൽ ഹാർട്ട് അറ്റാക്കിന്റെ ചെസ്റ്റ് പെയിനിന്റെ സിംറ്റംസ്. ഇനിയും ചെസ്റ്റ് പെയിൻ അല്ലാത്ത കുറച്ച് സിംറ്റംസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന അൻജൈന ഇക്വിവലന്റ്. ഇത് കാണുന്നത് കൂടുതൽ ഡയബറ്റിക്സിൽ അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടുതലായിട്ടുള്ളവരിൽ. അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉള്ള സമയത്ത് പോലും പെയിൻ അല്ല അറിയുന്നത്, ഒരു ഭയങ്കരമായിട്ടൊരു ക്ഷീണത്തിന്റെ കൂട്ടത്തിൽ സ്വെറ്റിംഗ് പോലെ തോന്നും. ചിലർക്ക് ഗ്യാസ് തങ്ങി നിൽക്കുന്ന പോലെ, ഇവിടെ ഈ നെഞ്ചും വയറിന്റെ നടുക്കുള്ള ആ ഭാഗത്ത് എപ്പിഗ്യാസ്ട്രിയത്തിൽ ഒരു ഗ്യാസ് തങ്ങി നിൽക്കുന്ന പോലെ തന്നെ പെയിൻ, ഒരു അസ്വസ്ഥത തോന്നത്തേ ഉള്ളൂ, എരിച്ചിൽ മാതിരി. ചിലർക്ക് മൊത്തത്തിൽ ഒരു ടയർഡ്നെസ്, ഫെറ്റീഗ് മാത്രമായിട്ട് തോന്നുകയുള്ളൂ. നോക്കുമ്പോൾ ECGയിൽ മേജർ ഹാർട്ട് അറ്റാക്കിന്റെ ചേഞ്ചസും ഉണ്ടാവും, ബ്ലഡ് ടെസ്റ്റും പോസിറ്റീവ് ആയിരിക്കും. ഇതൊക്കെ കൂടുതലും കാണുന്ന എൽഡർലി ഏജ് ഗ്രൂപ്പ്, ഒരു 70+ ആയിട്ടുള്ള ആൾക്കാർ, ഷുഗർ ഉള്ളവരിൽ അവർക്ക് പെയിന് നമ്പായിട്ടായിരിക്കും. അപ്പം പെയിൻ അല്ലാണ്ട് ബാക്കി സിംറ്റംസ് എല്ലാം വരും. സ്ത്രീകളിലും കുറച്ച് പെയിനിന്റെ റിപ്പോർട്ടിങ് ഏറ്റിപ്പിക്കലാണ്. അവര് കൂടുതലും എരിച്ചിൽ മാതിരി, ആഹാരം കഴിച്ചതിന് ശേഷം തൊണ്ടയുടെ ഇവിടെ എന്തോ പിടിച്ചു നിൽക്കുന്ന പോലെ, ഇങ്ങനത്തെ ഏറ്റിപ്പിക്കൽ സിംറ്റംസ് ആയിട്ട് വരാം. സോ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും കാർഡിയാക് ചെക്കപ്പ് ചെയ്യണം. ഡോക്ടർ, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും, അതിപ്പോൾ ഒരാഴ്ചയ്ക്ക് കൊണ്ട് ഇങ്ങനെ സിംറ്റംസ് വന്ന് തുടങ്ങുമോ? വരാം. സോ ഹാർട്ട് അറ്റാക്ക് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ ഹാർട്ടിന്റെ ആ ബ്ലഡ് വെസലില് ബ്ലോക്ക്, ചുരുക്കം, കൊളസ്ട്രോൾ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ട് ആ ചുരുക്കം ഇങ്ങനെ കൂടിക്കൂടി വരാം. അപ്പം നമ്മൾ ഈ പറയുന്ന പെർസെൻറ്റേജ് ബ്ലോക്ക് 50%, 70%, 80%, 90% ബ്ലോക്കായിട്ട് കൂടിക്കൂടി വരാം. അങ്ങനത്തെ ആൾക്കാരിൽ കൂടുതലും നടക്കുമ്പോൾ, അതായത് കുറച്ച് ഹാർട്ടിനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേന് അവർക്ക് സിംറ്റംസ് വരും. അവർ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു കയറ്റം നടന്ന് കയറുമ്പോൾ, അല്ലെങ്കിൽ കയ്യിൽ വെയിറ്റ് എടുത്ത് നടക്കുമ്പോൾ ഒക്കെ പെയിൻ വരും. പക്ഷെ റെസ്റ്റ് എടുക്കുമ്പോഴത്തേന് മാറും. പിന്നെയും അതേ എഫേർട്ട് എടുക്കുമ്പോഴത്തേന് പിന്നെയും അതേമാതിരി വേദന വരും. അതിനെ വിളിക്കുന്ന ആൻജൈന, സ്റ്റേബിൾ ആൻജൈന. അതായത് എഫേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ മാത്രം വരുന്നു, റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നു. അപ്പൊ ഇത് ബ്ലോക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിന്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത് ഹാർട്ട് അറ്റാക്ക് വരാൻ എപ്പോഴും 90% ബ്ലോക്ക് വേണം നിർബന്ധമില്ല. ഹാർട്ട് അറ്റാക്ക് ഈവൻ 30 to 40%, 50% ബ്ലോക്സിലും ഹാർട്ട് അറ്റാക്ക് വരാം. അവിടെ നമ്മൾ ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ പോർഷനാണ് പ്ലാക്ക് എന്ന് വിളിക്കുന്നത്. ആ പ്ലാക്ക് പെട്ടെന്ന് അൺസ്റ്റേബിൾ ആകും, അവിടെ രക്തം കട്ട പിടിക്കും. അപ്പം ബ്ലോക്ക് യഥാർത്ഥത്തിൽ രക്തയോട്ടത്തിന് തടസ്സം 50% ഉള്ളെങ്കിലും അവിടെ പെട്ടെന്ന് ആ പ്ലാക്ക് അൺസ്റ്റേബിൾ ആകുമ്പം രക്തം കട്ട പിടിച്ചിട്ട് ക്ലോട്ട് പോലെ ഉണ്ടായിട്ട് 100% ബ്ലോക്ക് ആകാം. സോ അതിൽ നിന്നും ഹാർട്ട് അറ്റാക്ക് വരാം. അന്നേരം അവർക്ക് ഇതിന് മുമ്പ് നടക്കുമ്പോൾ വേദന ഉണ്ടായിട്ടുണ്ടാവില്ല, ആൻഡ് എല്ലാ ആക്ടിവിറ്റീസും റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ഇരിക്കുന്ന ഇരിപ്പിന് വേദനയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ വരും. സോ എപ്പോഴും ചെസ്റ്റ് പെയിൻ വരുമ്പോൾ ഇതിന് മുമ്പ് വേദന ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിനെ ഡിസ്കൗണ്ട് ചെയ്യത്തില്ല, അങ്ങനെയും വരാം. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഡോക്ടർ സ്ത്രീകളുടെ കാര്യം മെൻഷൻ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് കുറവാണ്, പുരുഷന്മാർക്കാണ് കൂടുതലെന്ന്. അതിൽ വാസ്തവമുണ്ടോ? ഉണ്ട്. സ്ത്രീകളിൽ ഹോർമോൺസ് അവർക്കൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. അപ്പം നമ്മൾ ഈ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നു എന്ന് പറയുന്ന അതെറോസ്ക്ലെറോസിസ് എന്ന് പറയും. അതായത് ഈ കൊളസ്ട്രോൾ ഹാർട്ടിന്റെ അല്ലാണ്ട് ശരീരത്തിലെ ഏത് ബ്ലഡ് വെസലിലും അടിഞ്ഞു കൂടിയിട്ട് അവിടെ രക്തയോട്ടത്തിന് തടസ്സമുണ്ടാക്കുന്നത്. ഈ ഡിസീസ് പേഴ്സെ ഡയബറ്റീസോ BP-യോ വേറെ കൊളസ്ട്രോളിന്റെ അസുഖം ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് ടിൽ ദി ഏജ് ഓഫ് മെനോപോസ്, ഒരു 50s വരെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർക്ക് അമൗണ്ട് ഓഫ് അതെറോസ്ക്ലെറോസിസ് കാണുന്നത് കുറവാണ്. എന്നാലും തീർത്തും ഇല്ലെന്നല്ല, ദർ ആർ പേഷ്യൻസ്, ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ, യങ് ഏജിൽ ഡയബറ്റീസ് ആയവർ, BP കൺട്രോൾ ഇല്ലാണ്ട് ഇരിക്കുന്നവരിലെല്ലാം അതൊക്കെ ഇൻഡിപെൻഡന്റ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ബ്ലോക്കുകൾ വരാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്തവരിൽ 50 years ഏജ് അറ്റ്ലീസ്റ്റ് മെനോപോസ് വരെ ഒരു പ്രൊട്ടക്ഷൻ കാണാറുണ്ട്. ആൻഡ് നമ്പർ ഓഫ് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് ബിലോ ദ ഏജ് ഓഫ് 50 ഫീമെയിൽസിൽ കുറവാണ്. അതുപോലെ കേട്ടിട്ടുള്ള വേറൊരു കാര്യമാണ്, ഈ ആദ്യത്തെ അറ്റാക്ക് വന്ന് രക്ഷപ്പെട്ട ആള് രണ്ടാമത് വന്നും രക്ഷപ്പെട്ടു, പക്ഷെ മൂന്നാമത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് മരണത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണ്? അതിൽ എത്രയും ഓരോ തവണ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹാർട്ടിന്റെ പമ്പിങ് കുറയാനുള്ള റിസ്ക് ഉണ്ട്.
അത് ബേസിക് പെർസെ തേർഡ് അറ്റാക്ക് വരുമ്പോഴത്തേന് ഡെത്ത് ആവുന്ന അതൊരു ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ അല്ല. ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്, സെക്കൻഡ് അറ്റാക്കും ഡേഞ്ചറസ് ആകാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ അറ്റാക്കിൽ എത്ര ഡിലേ ഉണ്ടായിട്ടുണ്ട് ആ മറ്റേ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ആ രക്തയോട്ടം തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ അറ്റാക്കിൽ എന്തോരം ഡാമേജ് ഹാർട്ടിന്റെ മസിലിൽ ഉണ്ടായിട്ടുണ്ട്, പമ്പിങ് എത്ര കുറഞ്ഞിട്ടുണ്ട്, അതിന്റെ ബേസിസിലാണ് ആക്ച്വലി പ്രൊഗ്നോസിസ്, അതായത് മുന്നോട്ടുള്ള സർവൈവൽ ചാൻസ്. ദ നമ്പർ ഓഫ് ഹാർട്ട് അറ്റാക്കിൽ അങ്ങനെ വലിയ പ്രസക്തി ഇല്ല. അപ്പൊ ഈ ഒരു പ്രാവശ്യം വന്ന ആൾക്ക് വീണ്ടും വരാൻ ചാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി. ആദ്യത്തെ തവണ എന്ത് റിസ്ക് ഫാക്ടേഴ്സ് കൊണ്ടാണോ ബ്ലോക്ക് വന്നിട്ടുള്ളത്, അവർ ആ റിസ്ക് ഫാക്ടേഴ്സ് എസ്പെഷ്യലി കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അറ്റാക്ക് വരാം. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളിലും പുതിയ ബ്ലോക്സ് വരാം, ബൈപ്പാസ് ചെയ്താൽ പോലും പുതിയ ബ്ലോക്സ് വരാം. സോ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് കഴിഞ്ഞാലും എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ളതെല്ലാം കൺട്രോൾ ചെയ്തിരിക്കണം. ഷുഗർ, BP, കൊളസ്ട്രോൾ അറ്റ്മോസ്റ്റ് കൺട്രോൾ ആയിരിക്കണം. കൊളസ്ട്രോൾ ഒക്കെ നോർമലിനെ കാട്ടി കുറവായിട്ടാണ് നമ്മൾ ഹാർട്ട് പേഷ്യൻസിൽ എസ്പെഷ്യലി നിർത്തേണ്ടത്. നോർമൽ പോപ്പുലേഷനെ കാണുന്ന പോലെ 100 to 130 LDL കൊളസ്ട്രോൾ ഒന്നും പോരാ. വെരി വെൽ ബിലോ ദാറ്റ്, ഒരു 70 ബിലോ മസ്റ്റായിട്ടും LDL കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റിപ്പീറ്റഡ് ഹാർട്ട് അറ്റാക്ക് വരുന്നവരിലൊക്കെ ഈവൻ ബിലോ 50 നമ്മൾ LDL കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഡോക്ടർ, അതുപോലെ ഈ BP-യും ഷുഗറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കിന് കാരണമാക്കുമെന്ന് പറയും. അപ്പോൾ ഇത് ലോ ആയിട്ടുള്ള ആളുകളിൽ ചാൻസ് ഉണ്ടാവാറുണ്ടോ ഹാർട്ട് അറ്റാക്ക് വരെ? ഉണ്ട്. സോ ഇതൊക്കെ ഐഡന്റിഫൈഡ് റിസ്ക് ഫാക്ടേഴ്സ് ആണെങ്കിലും ഫാമിലി ഹിസ്റ്ററി, സ്മോക്കിംഗ്, ലൈപ്പോപ്രോട്ടീൻ എ, ലൈപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ എന്ന് പറയുന്ന ഒരു പുതിയതല്ല, ഇറ്റ്സ് ലിപ്പിഡ് മോളിക്യൂൾ, ഇതും എലിവേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് ഉണ്ട്. ഷുഗർ, BP, കൊളസ്ട്രോൾ മോസ്റ്റ് കോമൺ ആണെന്നേ ഉള്ളൂ. ഇതല്ലാണ്ടും പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ലാക്ക് ഓഫ് എക്സസൈസ്, ഫാമിലി ഹിസ്റ്ററി, അതായത് പേരൻസിൽ അല്ലെങ്കിൽ സിബ്ലിങ്സിലൊക്കെ യങ് ഏജിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജനറ്റിക്കലി നിങ്ങൾക്കും ആ ഹാർട്ട് അറ്റാക്ക് ഏർലി ഏജിൽ വിത്തൗട്ട് എനി അതർ റിസ്ക് ഫാക്ടർ വരാനുള്ള റിസ്ക് ഉണ്ട്. ഈ പുകവലിയാണ് ഹാർട്ട് അറ്റാക്കിന് ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പുകവലി നിർത്തിയ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ? സോ സ്മോക്കിംഗ് പേഴ്സെ ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് പല രീതിയിലാണ് കൂട്ടുന്നത്. ഒന്ന്, ഇറ്റ് മേക്സ് ദ ബ്ലഡ് വെരി സ്റ്റിക്കി, അപ്പം ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതൽ. രണ്ട്, ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിന്റെ പ്രവർത്തനം, അതായത് ആ ഫ്ലോ ഓഫ് ബ്ലഡ് ഭയങ്കര സ്ലോ ആക്കും. അതിൽ നിന്നും ഹാർട്ടിന് ആവശ്യത്തിന് വേണ്ടിയ amount ഓഫ് ഓക്സിജൻ ഒന്നും കിട്ടാണ്ട് ഹാർട്ട് അറ്റാക്ക് പോലെ വരാം. ആൻഡ് പ്ലാക്സ്, അതായത് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സും ബ്ലഡ് വെസൽ ഡാമേജ് ആവുന്ന രീതിയിൽ ഹാർട്ട് അറ്റാക്ക് സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാക്കും. സ്മോക്കിംഗ് ഇപ്പം നിർത്തിയാൽ പോലും ഇറ്റ് വിൽ ടേക്ക് സോ മെനി ഇയേഴ്സ് ആ റിസ്ക് ഒന്ന് കുറയാൻ. ഈവൻ 3 years കഴിയുമ്പോഴത്തേനും നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെയും ഹാർട്ട് റിലേറ്റഡ് ഡിസീസസിന്റെ റിസ്ക് 50% ആവുന്നേ ഉള്ളൂ. ഒരു നിയർ നോർമൽ റിസ്ക് ആകാൻ ഇറ്റ് വിൽ ടേക്ക് നിയർ 15 years ആഫ്റ്റർ സെസേഷൻ. സ്മോക്കിംഗ് നിർത്തിയാലും അത്രയും കാലം എടുക്കാം നോർമലിലേക്ക് വരാൻ. ആൻഡ് ഇൻ ദ മെയിൻ ടൈം ഒരു 10, 20 വർഷം, 30 വർഷമൊക്കെ കണ്ടിന്യൂസ്ലി സ്മോക്ക് ചെയ്തിട്ടുള്ളവരിൽ ഓൾറെഡി പ്ലാക്സും ബ്ലോക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണെങ്കിൽ റിവേഴ്സും ചെയ്യില്ല. സോ സ്മോക്കിംഗ് ഇസ് വൺ ഓഫ് ദ വേർസ്റ്റ് ഹാബിറ്റ്സ് ദറ്റ് യു ക്യാൻ ഹാവ്. അത് എത്രയും നേരത്തെ നിർത്താമോ അത്രയും നേരത്തെ നിർത്തുക. ഹാർട്ട് അറ്റാക്ക് ആൻഡ് ഹാർട്ട് ഡിസീസ് ഇസ് ഓൺലി വൺ പാർട്ട് ഓഫ് ഇറ്റ്. സ്ട്രോക്ക്, ക്യാൻസേഴ്സ്, there are too many side effects, too many bad effects of smoking. അതുപോലെ മറ്റൊരു കാരണം പറയുന്നത് സ്ട്രെസ് ആണ്. അപ്പോൾ സ്ട്രെസ് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരാറുണ്ടോ? സോ സ്ട്രെസ് പേഴ്സെ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ ഒക്കെ കൂട്ടിയിട്ട് കൊളസ്ട്രോൾ, ഷുഗർ, BP കൂടി നിൽക്കാനുള്ള ഒരു എഫക്റ്റാണ് ഉള്ളത്. അപ്പം ഈ റിസ്ക് ഫാക്ടേഴ്സ് കൂടി നിൽക്കുമ്പോൾ ഷുഗറും വരും, BP-യും വരും. ഇതൊന്നും അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഹാർട്ട് ഡിസീസും അതിന്റെ കൂടെ വരും. ടൈപ്പ് എ പേഴ്സണാലിറ്റീസും കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്നവരിൽ ഹാർട്ട് ഡിസീസിന്റെ എണ്ണം കൂടുതലാണ്. അവർക്കും ഈ ബ്ലോക്ക് റിലേറ്റഡ് അസുഖങ്ങൾ, സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് അറ്റാക്സ് മോർ ദാൻ ദ നോർമൽ പോപ്പുലേഷൻ കാണാറുണ്ട്. അതുപോലെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഈ സെക്സ് ചെയ്യുമ്പം അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാർഡിയാക് അറസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ ചുമ്മാതെ പറയുന്നതാണോ? അതിന്റെ പാർട്ട് ഓഫ് ഇറ്റ് ഇസ് റൈറ്റ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എസ്പെഷ്യലി മെയിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് പെർഫോമൻസിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നവർ, യങ് ഏജിൽ ഉണ്ടാവുന്നവർക്ക് ഇത് ബേസിക്കലി വാസ്കുലർ റിലേറ്റഡ് ഡിസീസ് ആണ്. സോ അങ്ങനത്തെ ആൾക്കാരിൽ കൂടുതലും ബ്ലോക്സ്
ഭാവിയിൽ ഷുഗർ ആൻഡ് ബി പി ഒക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നും അവരുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അൺഹെൽത്തി ആണെന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷന് എസ്പെഷ്യലി മെന്നിൽ ഉണ്ടാവുന്നത്. സോ അങ്ങനെ യങ് ഏജിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സും സ്ക്രീൻ ചെയ്യണം ആൻഡ് ഹാർട്ടിൻ്റെ ഹെൽത്തും നോക്കുന്നതാണ് ബെറ്റർ. ഡോക്ടർ, ഇപ്പം അതുപോലെ പേസ് മേക്കർ വെക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ? എന്താണ് പേസ് മേക്കർ, അതെങ്ങനെയാണ്, അതിൻ്റെ കാലാവധി എപ്പോഴാണ് മാറ്റേണ്ടത് എന്നൊക്കെ? സോ പേസ് മേക്കർ എന്ന് വെച്ചാൽ ഹാർട്ട് ഒരു ഓട്ടോമാറ്റിക് ഓർഗൻ ആണ്. അതിൻ്റെ ജനിക്കുന്ന ഫ്രം ദ ടൈം ഓഫ് കൺസെപ്ഷൻ ഹാർട്ട് ബീറ്റ് റെഗുലറായിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഹാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ പേസ് മേക്കർ സെൽസ് ഉണ്ട്, ഹാർട്ടിൻ്റെ സ്വന്തം. അപ്പോൾ ഒരു അഡൾട്ടിന് ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ മിനിമം ഹാർട്ട് റേറ്റ് ഒരു ബേസ് ലൈൻ ഹാർട്ട് റേറ്റ് തന്നെ ഒരു 50 to 60 നിൽക്കണം. എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള ഹാർട്ട് റേറ്റ് കൂടുകയും വേണം. അപ്പോൾ ചിലരിൽ പ്രായമാകുമ്പോഴാണ് കൂടുതൽ ഡീജനറേറ്റീവ് ഡിസീസായിട്ട് ആ ഹാർട്ടിൻ്റെ നോർമൽ ആയിട്ടുള്ള പേസ് മേക്കർ സെൽസിന്റെ ഫംഗ്ഷൻ കുറയും. അല്ലെങ്കിൽ പേസ് മേക്കർ നോർമൽ ആണെങ്കിൽ അതിന്റെ താഴോട്ട് ആ റിതം കണ്ടക്ട് ചെയ്ത് പോകേണ്ട വഴിയിൽ ഡിസീസ് വന്നിട്ട് ഹാർട്ട് റേറ്റ് അങ്ങ് സ്ലോ ആകാം. ഹാർട്ട് റേറ്റ് ഒത്തിരിയും സ്ലോ ആയി പോയാൽ ബിലോ 50 ഒക്കെ പോയാൽ പേഷ്യൻസിന് സിംറ്റംസ് വരാം. അപ്പം തലചുറ്റലായിട്ട് വീഴാം, ഇരിക്കുന്ന ഇരിപ്പിന് പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നാം. സോ അങ്ങനത്തെ ഡിസീസ് വരുമ്പോൾ ഹാർട്ടിന്റെ പേസ് മേക്കർ ഫംഗ്ഷൻ കുറഞ്ഞു വരുമ്പോഴത്തേന് നമ്മൾ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേസ് മേക്കർ ഇട്ട് കൊടുക്കേണ്ടി വരും. അത് ബേസിക്കലി ഒരു സ്മോൾ ഡിവൈസ് അണ്ടർ ദ സ്കിൻ, ബോഡിയുടെ റിബ്സിന് പുറത്തോട്ട് വെക്കുന്ന ഒരു ഡിവൈസ് ആണ്. അതിന്റെ 2 വയേഴ്സ് ഹാർട്ടിലേക്ക് പോയിട്ട് 2 മുകളിലത്തെയും താഴത്തെ അറകൾക്കായിട്ട് സെപ്പറേറ്റ് വയേഴ്സ് കൊടുത്തിട്ട് പേസിങ് കൊടുക്കും. സോ ബാറ്ററി അതിൻ്റെ പല മോഡൽസ് ഉണ്ട്. മീൻസ് ലൈഫ് അപ് ടു 17 years വരെ ബാറ്ററി ഉള്ള പേസ് മേക്കേഴ്സ് ഉണ്ട്. ബേസിക് ആയിട്ട് 6 to 7 years വരെ ബാറ്ററി ലൈഫ് ഉള്ള ലോവർ മോഡൽസും ഉണ്ട്. അതിൻ്റെ യഥാർത്ഥ ബാറ്ററി ലൈഫ് ഡിപ്പെൻസ് ഓൺ എന്തോരം റിക്വയർമെന്റ് ഉണ്ട്. ചിലർക്കപ്പം ഇത് ഇടയ്ക്ക് മാത്രം ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോകുന്നുണ്ടാവും. അന്നേരം പേസ് മേക്കേഴ്സ് കൂടുതലും അത് സെൻസ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ബീറ്റ് കൊടുക്കത്തുള്ളൂ. അതൊക്കെ ബാറ്ററി വിൽ സ്റ്റേ ഫോർ ദിസ് സെഡ് 12 to 17 years ഒക്കെ നിൽക്കാം. അല്ല കണ്ടിന്യൂസ്ലി പേസിങ് വരേണ്ട പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പം ഈ 17 years എന്നൊക്കെ ഉള്ളത് 10 to 12 years, 12 years ബാറ്ററി ലൈഫ് പറയുന്നത് 8 yearsലൊക്കെ തീരാം. സോ പല മോഡൽസ് അനുസരിച്ചാണ് ആൻഡ് പേഷ്യന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് നമുക്ക് ആദ്യമേ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്ത് അസുഖം വന്നാലും നമ്മൾ ആദ്യമേ കുടിക്കുന്നത് വെള്ളമാണ്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹാർട്ട് അറ്റാക്ക് പേഴ്സേ ആയിട്ട് വരുന്ന ഒരാൾക്ക് ഇനീഷ്യലി കപ്പ് ഓഫ് വാട്ടർ അങ്ങനെയൊന്നും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. വരുന്നത് കൂടുതലും മേജർ ഒരു ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ്ങിനെ ബാധിച്ചിട്ട് പമ്പിങ് തീരെ കുറവാണെങ്കിൽ അവർക്കൊരു ശ്വാസമുട്ടൽ കാണും അന്നേരം. അത് ലങ്സിൽ ബേസിക്കലി ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് കൊണ്ടുള്ള ഒരു ശ്വാസമുട്ടലാണ്. അങ്ങനെയുള്ളവരിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് നമ്മൾ ആ സമയത്ത് കുറയ്ക്കാൻ നോക്കും. പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത് അറ്റ് ദി ഏർലിയസ്റ്റ് ഒരു മെഡിക്കൽ ഫെസിലിറ്റി എത്തേണ്ടതാണ്. ഹാർട്ട് അറ്റാക്കിന്റെ അങ്ങനത്തെ പേഷ്യൻസിൽ ബ്രീതിങ്ങിന് സപ്പോർട്ടും കൊടുക്കണം, ലങ്സിനെ ഡീകൺജസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള മെഡിസിൻസും കൊടുക്കേണ്ടി വരും. ബട്ട് 1 or 2 glasses ഓഫ് വാട്ടർ അറ്റ് ദാറ്റ് പോയിന്റ് അത്രയും വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നതായിരിക്കില്ല. അപ്പൊ ആദ്യത്തെ ടൈമിൽ നമുക്ക് വീട്ടിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പെട്ടെന്ന് ഇങ്ങനെ വേദന വരിക അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരിക, ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ? സോ വീട്ടിൽ ആരെങ്കിലും ഓൾറെഡി ആസ്പിരിൻ എടുക്കുന്നവരുണ്ടെങ്കിൽ ആസ്പിരിൻ എത്രയും നേരത്തെ കൊടുക്കുന്നതിൽ ബെനിഫിറ്റ് ഉണ്ട്. ബട്ട് വേറെ ചെസ്റ്റ് പെയിൻ ടിപ്പിക്കൽ ആണെങ്കിൽ ദ ഫസ്റ്റ് തിങ് ടു ഡു ഇസ് എത്രയും നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളത്. ആസ്പിരിൻ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആൻഡ് ഈ പറഞ്ഞ രീതിയിൽ ലക്ഷണങ്ങളെല്ലാം ടിപ്പിക്കൽ ആണെങ്കിൽ ആസ്പിരിൻ ആദ്യമേ ഒരു 300 milligrams കൊടുക്കുന്നതിലും തെറ്റില്ല. ബട്ട് മോർ ദൻ ദാറ്റ് ഇൻ എ ഫെസിലിറ്റി ലൈക്ക് ഇൻ സ്റ്റേറ്റ് ലൈക്ക് കേരള 15 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഹെൽത്ത് ഫെസിലിറ്റി, ഒരു ECG എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവും. അവിടെ തന്നെ പോയിട്ട് ആദ്യമേ അത് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം മിക്ക യങ് പേഷ്യൻസ് ഒക്കെ വരുന്നത് ആസിഡ് റിഫ്ലക്സ് ഡിസീസ് കൊണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ മസിലിൻ്റെയോ എല്ലിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ടുള്ള ഒരു പെയിനാണ്. അങ്ങനെ റാമ്പൻ്റ് ആയിട്ട് എല്ലാത്തിനും ആസ്പിരിൻ ഉപയോഗിക്കുന്നതിലും തെറ്റുണ്ട്. സോ ഐ തിങ്ക് ഇൻ ആർ ഹെൽത്ത് സെറ്റപ്പ് ഇൻ സ്റ്റേറ്റ് ലൈക്ക് കേരള ആദ്യമേ തന്നെ ഒരു ഹെൽത്ത് ഫെസിലിറ്റി എടുത്ത് ഒരു ECG നോക്കിയിട്ട് ഒരു ECG എടുത്ത് ഫിസിഷ്യനെ കാണുന്നത് തന്നെയാണ് സേഫർ ഓപ്ഷൻ. ഡോക്ടർ, അപ്പോൾ എത്ര കാലം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ കഴിച്ചുകൊണ്ടിരിക്കണം നമ്മൾ?
ഹാർട്ട് പേഷ്യൻ്റ് ആയാൽ ആസ്പിറിനും കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ലൈഫ് ലോങ് തന്നെയാണ്. ബിക്കോസ് യുവർ റിസ്ക് ഓഫ് സബ്സിക്വൻറ്റ് പിന്നെയും ഹാർട്ട് അറ്റാക്കോ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് വരാനുള്ള ഒത്തിരിയും കൂടുതലാണ്. അൺലെസ് എന്തെങ്കിലും ഒരു ആസ്പിറിൻ കൊടുക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടി, അതായത് ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആസ്പിറിൻ നിർത്തുകയുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ ലൈഫ് ലോങ് മെഡിസിൻ. ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, അതായത് കോവിഡിന് ശേഷം നമുക്ക് രാത്രി പലർക്കും ഉറക്കമില്ല. കാരണം അന്ന് നമ്മൾ ലൂഡോ കളിക്കും, അല്ലെങ്കിൽ രാത്രിയോളം ഫോണിൽ കളിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ശീലം ഇപ്പോഴും നമ്മൾ തുടരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഉറങ്ങാൻ 2 മണി 3 മണിയൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങി രാവിലെ 8 മണിക്ക് ഒരാൾ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് എന്തുമാത്രം സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ? ഒത്തിരിയും കൂടുതലാണ്. ബിക്കോസ് ആസ് ഓഫ് നൗ നമുക്ക് ഡേറ്റയുണ്ട്. ദ ബെസ്റ്റ് amount of sleep and quality of sleepil ഡിഫറൻസ് വരും. ഒരു മിനിമം ഓഫ് 7 to 9 hours. കൂടുതൽ ഉറങ്ങുന്നതും ശരീരത്തിന് നല്ലതല്ല, ഹെൽത്തിന് നല്ലതല്ല. കുറവ് ഉറങ്ങുന്നതും ഹെൽത്തിന് നല്ലതല്ല. ലെസ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് ആകുമ്പോഴത്തേന് ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽസ് കൂടും. ഇതേമാതിരി തന്നെ BP, ഷുഗർ, കൊളസ്ട്രോൾ ആൻഡ് ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക്, സ്ട്രോക്കിന്റെ റിസ്ക് കൂടും. സോ ഇറ്റ് ഈസ് ഐഡിയൽ ദാറ്റ് എ മിനിമം ഓഫ് 6 hours ആൻഡ് മാക്സിമം ഓഫ് 9 hours ഓഫ് സ്ലീപ്പ്, കണ്ടിന്യൂസ് സ്ലീപ്പ് വേണം. രാത്രി 5 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് 3 മണിക്കൂർ ഉറങ്ങുന്നതിലും ദ ബെനിഫിറ്റ് ഇസ് നോട്ട് ഫുൾ. സോ ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് ഓഫ് 6 to 9 hours കിട്ടുന്നതാണ് ഒപ്റ്റിമം. അത് ഇല്ലാത്തവരിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിന്റെ റിസ്ക് കൂടുതൽ തന്നെയാണ്. ഡോക്ടർ, അതുപോലെ അപ്പോൾ ഈ ഹാർട്ടിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കാം, എന്തൊക്കെ കഴിക്കാം? സോ ഡയറക്റ്റ് ഹാർട്ടിന്റെ ഹെൽത്ത് കുറയ്ക്കാനുള്ള ആഹാരങ്ങൾ ഈ സോൾട്ട് ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ, അത് പ്രൈമറിലി നമ്മുടെ ഈ ബേക്കറി ഐറ്റംസ്, സ്നാക്സ്, സോൾട്ടഡ് സ്നാക്സ് ഒക്കെ എടുക്കുമ്പോൾ സോൾട്ട് കണ്ടന്റ് കൂടുമ്പോഴത്തേന് ഭാവിയിൽ ഹാർട്ട് ഫെയിലിയറിന്റെ റിസ്ക്കും BP പേഴ്സെ കൂടാനുള്ള റിസ്ക് ഉണ്ട്. BP കൂടുമ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക്കും കൂടുന്നത്. പിന്നെ ഈ ട്രാൻസ് ഫാറ്റ് ഉള്ള ആഹാരങ്ങൾ, അതും കൂടുതലും ഈ റീഫ്രൈഡ് ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ഐറ്റംസ്, കൂടുതലും സെയിം ഓയിൽ ഉപയോഗിച്ചിട്ട് റീഫ്രൈ ചെയ്യുന്ന ഫുഡ്, പലഹാരങ്ങൾ, അതൊക്കെ കഴിക്കുമ്പോൾ, ബേക്കറി ഐറ്റംസ്, കേക്ക്സ് ആൻഡ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേന് ട്രാൻസ് ഫാറ്റും കൂടിയിട്ട് നമുക്ക് ഈ കൊളസ്ട്രോൾ കൂടി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള റിസ്ക് കൂടും. റെഡ് മീറ്റ് ഇസ് നോൺ ടു കോസ് ഹാർട്ട് ഡിസീസ്. അപ്പം ബീഫ് ഓർ പോർക്ക് ഓർ മട്ടൺ അധികം കഴിക്കുന്നത് കൊളസ്ട്രോൾ എഫക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കൂട്ടുന്നതാണ്. സോ ഫുഡിൽ കൂടുതലും ഹോം പ്രിപ്പയർഡ് ഫുഡ്, ലെസ്സർ ഓഫ് ട്രാൻസ് ഫാറ്റ്, അതായത് ബേക്കറി ഐറ്റംസ് ഓർ റെഡ് മീറ്റ്, അതായിരിക്കും സേഫ്. ഷുഗറി ഡ്രിങ്ക്സും ഡയറക്റ്റ് ഒത്തിരി അധികം എടുക്കുന്നത് വൺസ് ഇൻ എ വൈൽ എടുക്കുന്നതിൽ കുഴപ്പമില്ല, ബട്ട് ഒത്തിരി അധികം ഡെയിലി എടുക്കുന്നതിൽ ഡേഞ്ചർ ഉണ്ട്. ദ സെയിം ഡയബറ്റീസ് ആൻഡ് മറ്റേ വെസലിന്റെ ഹെൽത്തിന് അത്രയും ഡയറക്റ്റ് ഷുഗേഴ്സ് നല്ലതല്ല. അപ്പൊ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൾ ഹോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വൈറ്റ് മീറ്റ് ആയിട്ടുള്ള ഫിഷ്, ചിക്കൻ, അത് കൂടുതലും ഫ്രൈഡ് ആയിട്ടല്ല, വേവിച്ചുള്ള രീതിയിൽ, സ്റ്റീംഡ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നതാണ് സേഫ്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ഏതായാലും സേഫ് ആണ്. ബട്ടർ ആൻഡ് ഗീ ഓൾസോ സാച്ചുറേറ്റഡ് ഫാറ്റിൽ വരുന്നതാണ്. അതും ഫുഡ് പ്രിപ്പറേഷനിൽ എത്ര ലെസ്സായിട്ട് കുറച്ച് വെക്കാമോ അത്രയും നല്ലത്. അപ്പോൾ നെഞ്ചുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിരിക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.